ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ മഞ്ജുവിന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്താം. അതിനു മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോ മഞ്ജുവിന്റെ മൊഴി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വേർപ്പെടുത്തിയത് അതിജീവിതയാണ്. അതിജീവിതയാണ് ഇവരെ തമ്മിൽ വേർപ്പെടുത്തിയത് എന്നാണ് ദിലീപിന്റെ വാദമുണ്ടായിരുന്നത് അല്ലെ. 2015 ഇവർ വിവാഹമോചനം നേടിയിട്ടുണ്ട്. 1998 ഇത് വിവാഹം നടത്തിയത്. അപ്പൊ ഇവര് മ്യൂച്വൽ ഹർജിയിലായിരുന്നു. രണ്ടുപേരും മ്യൂച്വൽ ആയിട്ടുള്ള ഹർജിയിലായിരുന്നു ഈ ഡിവോഴ്സ് നടന്നത്. അപ്പൊ ഇതിന് നിദാനമായ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12/1/2012 ആണ് ഇതിന് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞു. അത് ഇവര് സന്തോഷത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ദിലീപിന്റെ ഒരു പഴയ ഫോൺ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ദിലീപ് ആണെങ്കിൽ ഷൂട്ടിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോയിക്കായിരുന്നു. ഈ പഴയ ഫോണിൽ കാവ്യ അയച്ച ഒരുപാട് മെസ്സേജസ്, അശ്ലീലമായിട്ടുള്ള മെസ്സേജസ് കണ്ടു എന്നാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ മഞ്ജു ഞെട്ടിപ്പോയി. ഉടനെ തന്നെ ദിലീപിനെ ഫോൺ എടുത്ത് വിളിച്ചു. അപ്പൊ ദിലീപിനെ കിട്ടിയില്ല. ദിലീപ് ഭയങ്കര തിരക്കിലായിരുന്നു, ഷൂട്ടിംഗ് സൈറ്റിലായിരുന്നു എന്ന് പറഞ്ഞു. കാവ്യ ഉടനെ തന്നെ വിളിച്ചു. കാവ്യ ആ സമയത്ത് വിവാഹമോചനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്ന ടീമാണ് ട്ടോ. അപ്പോ ആ ഭർത്താവായിട്ട് തല്ലിപ്പിരിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കാവ്യയെ വിളിച്ചു. അപ്പൊ കാവ്യയോട് ചോദിച്ചപ്പോ കാവ്യ ഒഴിഞ്ഞു മാറി. എന്താണ് കാവ്യ ഇത്തരത്തിലുള്ള മെസ്സേജ്, വൃത്തികെട്ട മെസ്സേജസ് ദിലീപിന് അയച്ചിരിക്കുന്നത്? ദിലീപ് ആരാണ് നിങ്ങളുടെ എന്നൊക്കെ ചോദിച്ചപ്പോ കാവ്യ അതിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറി വേഗം ഫോൺ കട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ പിന്നെ മഞ്ജുവിന് എന്തായാലും ഇരിക്കപ്പുറതി ഉണ്ടാവില്ല അല്ലെ. ഇത് കണ്ടുപിടിച്ചതാണ്. അപ്പൊ കാവ്യയുടെ അമ്മയെ ഒന്ന് വിളിച്ചു. അമ്മയെ വിളിച്ചപ്പോ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവരുടെ ബന്ധം എനിക്കറിയാം. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട് ഈ കാര്യത്തിൽ. അമ്മയ്ക്ക് അത് താല്പര്യം ഇല്ലായിരുന്നു ദിലീപായിട്ട് കല്യാണം കഴിക്കുന്നതിന്. അപ്പൊ കാവ്യയായിട്ടുള്ള ബന്ധത്തിന് അമ്മ പറയുന്നത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ 2009 കാവ്യ വിവാഹ മോചനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ മഞ്ജുവിന് അപ്പോഴും ഒരു സംതൃപ്തി വന്നില്ല. മഞ്ജു വേഗം തന്നെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, ഗീത ഗീത മോഹൻദാസോ അങ്ങട്, പിന്നെ സംയുക്ത വർമ്മ, ഇവർ രണ്ടുപേരെയും ഉടനെ തന്നെ, അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഗീതു മോഹൻദാസ് ഗീതയില്ല, ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ അവർ രണ്ടുപേരെയും വിളിച്ചു. വിളിച്ചപ്പോ അവരെടുത്ത് സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോ ഏം, അവര് സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള ലെവലിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ആരെ വിളിച്ചു, നമ്മുടെ കാവ്യയുടെ അമ്മേനെ വിളിച്ചു. കാവ്യയുടെ അമ്മേനെ വിളിച്ചപ്പോ കാവ്യയുടെ അമ്മ പറഞ്ഞു, ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഭാവന, റിമി ടോമി ഇവർക്കൊക്കെ അറിയാം ഈ സംഭവങ്ങള്. അതായത് ഈ കാവ്യയും ദിലീപും തമ്മിലുള്ള, ഞങ്ങൾ എന്താ ചെയ്യുക, ഞാൻ അവളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി മേലാൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടുകാരിക്കായിട്ടുള്ള ഭാവനയ്ക്കും റിമി ടോമിക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു, അമ്മ പറഞ്ഞു മഞ്ജുവിന്റെ അടുത്ത്. അപ്പൊ മഞ്ജുവിന് ദേഷ്യം വന്നു. മഞ്ജു ഉടനെ തന്നെ 4/2/2012 മഞ്ജു സംയുക്ത വർമ്മേനെയും ഗീതു മോഹൻദാസിനെയും കൂട്ടി. ആദ്യം സംയുക്ത വർമ്മയുടെ വീട്ടിൽ പോയി, അതിനെയും കൂട്ടി, ഗീതു മോഹൻദാസിനെയും കൂട്ടി ആരെ വീട്ടിൽ പോയി, ഭാവനയുടെ വീട്ടിൽ പോയി. അപ്പൊ ഭാവനയുടെ വീട്ടിൽ പോയപ്പോ ഭാവന ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ മാതാപിതാക്കള്, അച്ഛനൊന്നും മരിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാവനയുടെ. അപ്പം പിതാവ് പറഞ്ഞു, നീ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നീ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് സംയുക്തരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം മഞ്ജു വീണ്ടും ആ കാവ്യയുടെ അമ്മേനെ വിളിക്കുകയാണ് ചെയ്തത്. കാവ്യയുടെ അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്നോട് ഭാവന എല്ലാ കാര്യവും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കാവ്യയുടെ അമ്മ എന്തായാലും കാവ്യയുടെ സെറ്റിലേ നിൽക്കുള്ളൂ. അപ്പൊ കാവ്യയുടെ അമ്മ പറഞ്ഞു, ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്, അവള് ഇനി ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് മോളെ, ഇനി ഈ പ്രശ്നമൊന്നും, ഈ ബന്ധമൊന്നും ഇനി തുടരില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അമ്മ മഞ്ജുവിനോട് പറഞ്ഞു. പക്ഷെ മഞ്ജുവിന് അത് ഇതായില്ല. നോക്കുമ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ ദിലീപ് വീട്ടിലേക്ക് വന്നു. എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത് അല്ലേ. കാവ്യ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ദിലീപിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞ മറുപടി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ദിലീപിന് എനിക്കിങ്ങനെ കാവ്യ അയച്ച മെസ്സേജസിനെ കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ കാവ്യനെ നിനക്കറിയാലോ, കാവ്യ ഒരു മഹാപൊട്ടിയാണ് അല്ലേ. അവൾ അയക്കുന്ന മെസ്സേജസ് ഒന്നും നീ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ പൊട്ടികള് ഇങ്ങനെയുള്ള അശ്ലീല മെസ്സേജസ് ആണല്ലോ അയക്കുക. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഒട്ടും യോജിപ്പ് എനിക്ക് തോന്നുന്നില്ല. കാരണം പൊട്ടികള് കണ്ണീം കൊണ്ടൊരു ലൈഫിലേക്ക് കയറിപ്പോയി മെസ്സേജസ് അയക്കുക, അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് ദിലീപിന്റെ മനസ്സിൽ കുടുങ്ങിയത് എന്താണ്? ഭാവന മുഖാന്തരമാണ് ഈ എന്നെ വിവാഹബന്ധം തകരാൻ പോകുന്നത് എന്നൊരു വൈരാഗ്യം മനസ്സിൽ അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു അല്ലെ. പിന്നീട് ഈ ഇത് സങ്കീർണമാവുകയാണ് ചെയ്തത്. അങ്ങനെ ഡിവോഴ്സ് പെറ്റീഷൻ വെച്ചു. അതിന് മുന്നേ തന്നെ, ഡിവോഴ്സ് വെക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ മഞ്ജു വാര്യർ ദിലീപിന്റെ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി അല്ലെ, പെങ്ങളെയും അനിയനെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മെസ്സേജസ്, വൃത്തികെട്ട മെസ്സേജസ് ഒക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇനി ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് പെറ്റീഷൻ നൽകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ പെറ്റീഷൻ മൂവ് ചെയ്ത് ഞങ്ങൾ ഡിവോഴ്സ് മേടിച്ചത് എന്ന് മഞ്ജു വാര്യർ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ മഞ്ജു വാര്യരുടെ മൊഴിയാണ് ഇത് അല്ലെ.
എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഒരു അശ്ലീല മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഡിവേഴ്സ് ഉടനെ മേടിക്കേണ്ട ആവശ്യമില്ല. അവരെ 2 പേരെയും നിലയ്ക്ക് നിർത്താനുള്ള ശേഷി മഞ്ജുവിനുണ്ട്. ഇല്ലേ? ഇപ്പൊ കാണുന്ന ഈ മഞ്ജുവിന് നല്ല ശേഷിയുള്ള സ്ത്രീയാണ്. അപ്പൊ ഈ മഞ്ജുവിന് പേടിയാണ് ദിലീപിനെ. അതുകൊണ്ടാണല്ലോ ഈ ഭാവൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് അവര് പറയപ്പെടുന്നത്. ഭാവൻ അതായത് ദിലീപും മഞ്ജു വാര്യർ നമ്മളെ ബന്ധം തകർത്തതുകൊണ്ട് പേടിയും വിഷമവും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തു എന്ന് അവര് പറയുന്നത്. അപ്പൊ ഇത്രയും ഇതുള്ള ആൾക്ക് മഞ്ജു ഒന്ന് സ്റ്റാൻ ആയിട്ട് നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇവര് 2 തട്ടില് മഞ്ജുവിന്റെ ഭർത്താവാണ് ദിലീപ്. ഉടനെ ഒരാൾ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വിട്ടുകൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നും മഞ്ജുവിനില്ല. ഒരു മക്കളെ ഓർത്തിട്ട് എന്ത് ചെയ്യണം? ദിലീപിനെയും കാവ്യയെയും ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു. അല്ലാതെ നിങ്ങൾ തമ്മിൽ ജീവിച്ചോട്ടെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാണ് എന്നും പറഞ്ഞ് ഇറങ്ങി പോകേണ്ട ആവശ്യകത അവിടെ മഞ്ജുവിനില്ല. മഞ്ജുവിന് ശരിക്കും ഒന്ന് പെരുമാറുകയാണെങ്കിൽ ദിലീപിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിലീപ് എന്താണ് ഒരു സിനിമാ പ്രവർത്തകനാണ്. അപ്പൊ ശരിക്കും ബാഡ് ഇമേജിനെ ഒരുപാട് ഭയക്കുന്ന ആളായിരിക്കും അല്ലെ? അപ്പൊ മഞ്ജു അങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ സമൂഹത്തോട് അല്ലെങ്കിൽ മീഡിയസിനോട് വിളിച്ചു പറയുകയാണെങ്കിൽ എന്താവും? ദിലീപിന്റെ ഭാവി അവിടെ തകരും എന്ന് ഇതൊക്കെ ആലോചിക്കുന്നത് 2012, 13 കാലഘട്ടത്തിലാണ് കേട്ടോ എന്ന് വിചാരിക്കും. ഇല്ല അപ്പൊ ദിലീപിനെ നിലയ്ക്ക് നിർത്താനുള്ള ശേഷി മഞ്ജുവിനുണ്ട്. എന്നിട്ടും മഞ്ജു എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നുള്ള ലെവലിൽ മെസ്സേജസ് കണ്ടു എന്നുള്ള ലെവലിൽ ഓടി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ആവശ്യകതയില്ല. ഒരു റിലേഷൻ തകർക്കുമ്പോൾ ഈ സ്വന്തം മകളെ ഇവർ ആലോചിക്കണം അല്ലെ? ഒരു കുട്ടിയുണ്ട്. ആ പെൺകുട്ടി ആ അത്രയും വയസ്സ് മുതലേ ഒറ്റയ്ക്ക് ജീവിച്ച ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ കുട്ടി അമ്മയും ഇല്ലാതെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കേസിലും പെട്ട് കിടക്കുക. അപ്പൊ അമ്മയും അച്ഛനും ഇല്ലാത്തൊരവസ്ഥ പോലെയാണ് ആ കുട്ടി വളർന്ന് ഇത്രയും വലുതായത്. ആ കുട്ടിയുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒന്നും അമ്മയില്ല. അപ്പൊ അമ്മ അത് ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു.